بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പഠിതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരുടെ കൂടെ ഒരു റമദാനിൽ രാത്രി നിസ്കരിച്ചു. അപ്പൊ നബി അന്ന് രാത്രിയുടെ 1/3 അത്ര നീളമുള്ള നിസ്കാരാണ് നിർവഹിച്ചത്. പിന്നെ അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരുടെ കൂടെ നിസ്കരിക്കാൻ വന്നില്ല, രാത്രി നിസ്കാരം നിസ്കരിക്കാൻ എത്തിയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത രാത്രി സഹാബിമാരോടൊപ്പം നിസ്കരിച്ചു. അന്ന് സഹാബിമാർ പറയാണ്, ഷത്റുല്ലൈൽ, രാത്രിയുടെ പകുതി വരെയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചത്. അത്ര നീളായിരുന്നു അന്നത്തെ നിസ്കാരത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ ആ പകുതി വരെ നിസ്കരിച്ച ദിവസം സഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുന്റെ റസൂലെ, ലൗ നഫൽതനാ ഖിയാമ ഹാദിഹിൽ ലൈല, ഈ രാത്രി മുഴുവൻ നമുക്ക് നിന്ന് നിസ്കരിച്ചൂടെ? രാത്രിയുടെ പകുതി നിന്ന് നിസ്കരിച്ചപ്പോ സഹാബിമാരുടെ ചോദ്യം, ഈ രാത്രി മുഴുവനായിട്ട് നമുക്ക് നിന്ന് നിസ്കരിച്ചുകൂടെ? അപ്പൊ ആ സമയത്താണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറയുന്നത്, മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈല. ആരെങ്കിലും ഒരു ഇമാമിന്റെ കൂടെ ആ ഇമാമ് പിരിയുന്നത് വരെ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ്. ഈ ഹദീസ് നമുക്ക് കിട്ടുന്ന പാഠം, നമ്മുടെ റബ്ബിന് നമ്മളോടുള്ള കാരുണ്യം. നമ്മളൊരു 3/4 മണിക്കൂർ സമയമോ 1 മണിക്കൂർ സമയമൊക്കെ നിന്നിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ പരിശ്രമത്തിന് അള്ളാഹു തരുന്ന കൂലി വളരെ വലുതാണ്. കുറഞ്ഞ നേരാണ്, പക്ഷേ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി അവർക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്തൊരു പോയിന്റ്, സഹാബിമാർക്ക് ഉണ്ടായിരുന്ന ആവേശവും താല്പര്യവുമാണ്. ഒരു ദിവസം രാത്രിയുടെ 1/3 ഒരു നിന്ന് നിസ്കരിച്ചത്. അടുത്ത ദിവസം രാത്രിയുടെ പകുതി വരെ അവർ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. പകുതി നിന്ന് നിസ്കരിച്ച ദിവസമാണ് അവർ ചോദിക്കുന്നത്, ഈ രാത്രി മുഴുവനായിട്ട് നമുക്ക് നിസ്കരിച്ചൂടെ? നമ്മളൊക്കെ രാത്രിയുടെ ഒരു പകുതി വരെ ഒന്ന് നിസ്കരിച്ചാൽ എത്ര ആൾക്കാർ ആ നിസ്കാരത്തിന് കൂടെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പൊ അത്രക്കും ആവേശവും താല്പര്യവും സഹാബിമാർക്ക് നന്മയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവര് കാണിക്കുന്ന ആ താല്പര്യത്തിന്റെയും ആവേശത്തിന്റെ ഒക്കെ ചെറിയൊരു ശതമാനെങ്കിലും നമ്മുടെ ലൈഫിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ കാണിക്കണം എന്നാണ് ആമുഖമായിട്ട് എന്നോടും എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നല്ല താല്പര്യത്തോടു കൂടി, ആവേശത്തോടു കൂടി നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ദർസിൽ നമ്മൾ 2 ഹദീസുകളാണ് എടുക്കുന്നത്. ഒന്ന് 30-ാമത്തെ ഹദീസാണ്, പിന്നെ 39-ാമത്തെ ഹദീസാണ്. ഹദീസുകളുടെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ 30-ാമത്തെ ഹദീസാണ് പറയുന്നത്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ 1429-ാമത്തെ ഹദീസായിട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഹദീസിന്റെ ടെക്സ്റ്റ് ശ്രദ്ധിക്കുക. ഇദാ ദുഇയ അഹദുക്കും ഇലൽ വലീമതി ഫല്യതിഹാ. ഇദാ ദുഇയ അഹദുക്കും ഇലൽ വലീമതി ഫല്യതിഹാ. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഹദീസിലുള്ളത്. ആദ്യം ഹദീസിന്റെ അർത്ഥം ഒന്ന് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാം. ഇദാ ദുഇയ അഹദുക്കും, എന്താ ദഅ എന്ന് പറഞ്ഞാൽ? ദഅ വിളിച്ചു, അഹ്സൻതും, വിളിച്ചു എന്നാണ്. ദുഇയ എന്ന് പറഞ്ഞാലോ? വിളിക്കപ്പെട്ടു. അഹ്സൻതും. ഇദാ ദുഇയ, വിളിക്കപ്പെട്ടു. അഹദുക്കും, നിങ്ങളിൽ ഒരാൾ വിളിക്കപ്പെട്ടു. ഇലൽ വലീമ, എന്തിലേക്കാണ് വിളിക്കപ്പെട്ടത്? വിരുന്ന്.
കല്യാണ വിരുന്ന്. വലീമ എന്ന് പറഞ്ഞാല് ഒരു ഒരുമിച്ച് കൂടുക, അൽ ഇജ്തിമ എന്നാണ് അർത്ഥം. ഇജ്തിമ ശരിക്ക് വിവാഹം എന്ന് പറഞ്ഞാലും ഭാര്യയും ഭർത്താവും ഒന്നിക്കലാണല്ലോ, ഒരാണും പെണ്ണും ഒന്നിക്കലാണല്ലോ വിവാഹം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇജ്തിമ എന്നുള്ളതാണ് വലീമ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഉദ്ദേശം ആ വലീമയുടെ ഭാഗമായിട്ട്, ആ ഒത്തുകൂടലിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ വിവാഹത്തിന്റെ വിരുന്ന്, ആ വിരുന്നിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം. ഫല്യത്തിഹ, അങ്ങനെ ക്ഷണിക്കപ്പെട്ടാൽ, വിളിക്കപ്പെട്ടാൽ ഫല്യത്തിഹ, നിങ്ങൾ ആ വിരുന്നിലേക്ക് പോകണം, നിങ്ങൾ അതിലേക്ക് ചെല്ലണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബി അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു പറ്റിയിട്ട് ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിമാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു എത്രാം സ്ഥാനത്താണ്? 2ാം സ്ഥാനത്ത്. അഹ്സൻതും. എത്ര ഹദീസുകളാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? 2630. അഹ്സൻതും, ബാറക്കല്ലാഹു ഫീക്കും. ഒന്നാം സ്ഥാനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനാണ്, 5374 ഹദീസുകൾ. 2ാം സ്ഥാനം അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്, 2630 ഹദീസുകളാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നമ്മൾ പറയുന്നത്? സാധാരണ ഒരു സഹാബിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നല്ല നമ്മൾ പറയാറുള്ളത്. ഉപ്പയും മകനും സഹാബിമാരായതുകൊണ്ട്. അഹ്സൻതും. ഉപ്പയും മകനും സഹാബിയാണ് അല്ലെ? ഉമർ റളിയല്ലാഹു അൻഹും സഹാബിയാണ്, അബ്ദുള്ളയും സഹാബിയാണ്. അപ്പൊ രണ്ടാൾക്കും എന്നുള്ള ആൾക്കാണ് റളിയല്ലാഹു അൻഹുമ എന്ന് പറയുന്നത്. അതേപോലെ വേറെയും സഹാബിമാരുണ്ട്. 1-2 ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ? ഉപ്പയും മകനും സഹാബിമാരായ ആൾക്കാർ. ഇപ്പോ ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹുമ, ജാബിർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുല്ലാഹിബ്നു ഹറാം റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അപ്പൊ റളിയല്ലാഹു അൻഹുമ എന്ന് പറയും. അപ്പോൾ തന്നെ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹിബ്നു അബ്ബാസൻ, അബ്ദുള്ളയും സഹാബിയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ബാസും സഹാബിയാണ്. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹുമ, അബ്ദുള്ളയും സഹാബിയാണ്, അപ്പോൾ തന്നെ അംർ ഇബ്നു ആസും സഹാബിയാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമ, അബ്ദുള്ളയും സഹാബിയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പ സുബൈറും സഹാബിയാണ്. അപ്പോൾ തന്നെ അൽ അബാദില, 4 അബ്ദുള്ളമാർ, അൽ അബാദിലത്തുൽ അർബഅ എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രശസ്തരായ 4 അബ്ദുള്ളമാരുണ്ട്. ആ 4 അബ്ദുള്ളമാരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ ആ വർഷമാണെന്നുള്ള അഭിപ്രായമുണ്ട്. അല്ല, നുബുവത്തിന്റെ 1 വർഷം മുമ്പാണ് എന്ന അഭിപ്രായവും ഉണ്ട്. ഹിജ്റ 73-ലാണ് അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിന് 87 വയസ്സായിരുന്നു പ്രായം. ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല. ഉഹദിൽ അദ്ദേഹം ചെറിയ പ്രായമായിരുന്നു. അപ്പോൾ ഉഹദിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ബദറിലേക്ക് വന്നിരുന്നു, പക്ഷെ ഇപ്പോ പ്രായമായിട്ടില്ല, സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആൾക്കാരെ തിരിച്ചയച്ചിരുന്നു. ആ തിരിച്ചയക്കപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിലാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പെടുന്നത്. അദ്ദേഹത്തിന്റെ 1ാമത്തെ യുദ്ധം ഖന്തക്കിലാണ് അദ്ദേഹം ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുക്കുന്നത്. പിന്നെ മുഅ്ത യുദ്ധത്തിൽ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. യർമൂക്ക് യുദ്ധത്തിലുണ്ട്. ഫത്ഹ മിസ്ർ ജയിച്ചടക്കിയ മുസ്ലിം സൈന്യത്തിന്റെ ഭാഗമായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റുന്നിടത്ത് അങ്ങേയറ്റത്തെ താല്പര്യവും ആവേശവും കാണിച്ചിരുന്ന ഒരാളാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം ശ്രദ്ധിക്കുക. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 3825 ഹദീസാണ്. അദ്ദേഹം ഒരിക്കൽ സ്വപ്നം കാണാണ്. അപ്പൊ സ്വപ്നത്തിലുള്ളത് ഒരു പട്ട് തുണിയിൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പട്ടു തുണിയുണ്ട്. എങ്ങോട്ടാണോ അദ്ദേഹം ചൂണ്ടുന്നത് അങ്ങോട്ട് ആ പട്ടുതുണി അദ്ദേഹത്തെയും കൊണ്ട് എന്ത് ചെയ്യാണ്, സഞ്ചരിക്കുകയാണ്. സ്വർഗത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹഫ്സ റളിയല്ലാഹു അൻഹ, ആരാ ഹഫ്സ റളിയല്ലാഹു അൻഹ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. ഓക്കെ. അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി.
സഹോദരി അല്ലെ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരി ഹഫ്സ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. അപ്പൊ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ട ഈ സ്വപ്നം അദ്ദേഹം പങ്കുവെക്കുകയാണ്. അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹ ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അഹാക്കി റജുലുൻ സാലിഹ്, ഇന്ന അബ്ദല്ലാ റജുലുൻ സാലിഹ് എന്നാണ് വേറൊരു റിപ്പോർട്ടിലുള്ളത്. അപ്പൊ നിന്റെ സഹോദരൻ അവൻ നല്ലൊരു മനുഷ്യനാണ്, അവൻ സ്വാലിഹായ ഒരാളാണ് എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വപ്നത്തിന് മറുപടി കൊടുത്തു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയെയാണ് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം 60 വർഷത്തോളം മുഫ്തിയായിട്ട് ജനങ്ങൾക്ക് ഹജ്ജിന്റെ സമയത്തൊക്കെ ഫത്വ കൊടുക്കുന്ന ആളായിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അദ്ദേഹം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇമാം ആയിരുന്നു, നല്ല അറിവുള്ള സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഇതൊക്കെയാണ് ചുരുക്കിയിട്ട് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ. ഇനി നമ്മള് ഹദീസിന്റെ ഷർഹിലേക്ക് നീങ്ങുകയാണ്. കാര്യമായിട്ട് നമ്മള് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഹദീസിന് നൽകിയിട്ടുള്ള ഷർഹാണ് പറയുന്നത്, ഇദാ ദുഇയ അഹദുക്കും ഇലൽ വലീമത്തി ഫല്യഅതിഹ, നിങ്ങൾ ആരെങ്കിലും ഒരു വലീമയിലേക്ക്, ഒരു വിവാഹ ചടങ്ങിലേക്ക്, സൽക്കാരത്തിലേക്ക് അല്ലെങ്കിൽ അതുപോലുള്ള സൽക്കാരങ്ങളിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഫല്യഅതിഹ, നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയാണ്, എന്താണ് വലീമ? എന്താണ് വലീമ എന്ന് പറഞ്ഞാൽ, അത്വാമുൽ മസ്നൂഉ ബിമുനാസബത്തിൽ ഉർസ്, വിവാഹ ചടങ്ങിന്റെ ഭാഗമായിട്ട്, ഉർസ് എന്ന് പറഞ്ഞാൽ നിക്കാഹാണ്, നിക്കാഹിന്റെ ഭാഗമായിട്ട് ഒരുക്കപ്പെട്ടിട്ടുള്ള ഭക്ഷണത്തിനാണ് എന്ത് പറയുക, വലീമ എന്ന് പറയുക. അത് ഭാര്യയും ഭർത്താവും ഒന്നായ ആ ദിവസമായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ശേഷമായിരിക്കാം. ഏതായാലും വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുക്കുന്ന ഭക്ഷണത്തിനാണ്, വിരുന്നിനാണ് എന്ത് പറയുക, വലീമ എന്ന് പറയുക. ഓക്കെ, ഇവിടെ ഫല്യഅതിഹ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവന് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ആ വിരുന്നിലേക്ക് ചെല്ലണം എന്ന കൽപ്പനാ രൂപമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൽപ്പിച്ചാൽ അതിന്റെ അടിസ്ഥാനം അത് നിർബന്ധമാണ് എന്നതാണ്. അപ്പോ വലീമത്തുൽ ഉർസ്, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഇടപാടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതിയാണല്ലോ. അപ്പൊ ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണോ അല്ലേ, ഏതിലാണ് നിർബന്ധം, ഏതിലാണ് നിർബന്ധമല്ലാത്തത്, ഇതിലൊക്കെ പല അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വലീമത്തുൽ ഉർസ്, വിവാഹ സൽക്കാരത്തിലേക്കാണ് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അത് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. അല്ലാഹു അലം. ബാക്കിയുള്ള വലീമകൾ എന്ന് പറഞ്ഞാല്, ഇപ്പോ ഒരാള് കുടിയിരുന്നു, നമ്മുടെ നാട്ടിൽ കുടിയിരിക്കുക എന്നാ പറയാ, നിങ്ങൾ എന്താ പറയാന്ന് നമുക്കറിയില്ല. ഈ പുതിയ വീട് എടുത്താല് ഹൗസ് വാമിങ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതില് വലീമ ഉണ്ടാകും. നമ്മൾ പുതിയൊരു വീട് എടുക്കുമ്പോൾ അതിന്റെ ഒരു സന്തോഷത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മള് ഒരു പാർട്ടി ഒരുക്കുന്നു. അപ്പൊ അതിലേക്ക് ക്ഷണിച്ചു. അല്ലെങ്കിൽ ഇപ്പോ ഹിതാന്റെ ഭാഗമായിട്ട് സുന്നത്ത് കല്യാണം എന്ന് പറയും നാട്ടില്, സുന്നത്ത് കല്യാണം ഹിതാന്റെ ഭാഗമായിട്ട് പഴയ കാലത്തൊക്കെ വലിയ ആഘോഷങ്ങളായി നടന്നിരുന്നു, ഇന്നത്തെ കാലത്ത് കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് നിക്കാഹിന്റെ വലീമയല്ല, വിവാഹത്തിന്റെ ഒരു വലീമയല്ല അത്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഒരാള് ഗൾഫിലേക്ക് പോവാണ്. അപ്പൊ ഗൾഫിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ സന്തോഷത്തിന് എന്ത് ചെയ്യും, കുടുംബക്കാരെയും കൂട്ടുകാരൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഒരു പാർട്ടി ഒരുക്കും. അല്ലെങ്കിൽ പരീക്ഷയിൽ നല്ല വിജയം വാങ്ങിയപ്പോൾ ആ ഒരു സന്തോഷത്തിൽ, അല്ലെങ്കിൽ ജോലി കിട്ടിയ സന്തോഷത്തിലൊക്കെ ഒരു പാർട്ടി ഒരുക്കിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യുന്നു, ആൾക്കാരെ വിളിക്കുന്നു. അപ്പൊ ആ വലീമയും വലീമത്തുൽ ഉർസും വിവാഹത്തിന്റെ ഭാഗമായിട്ടുള്ള വലീമയും തമ്മിലുള്ള മാറ്റമുണ്ട്. വിവാഹത്തിന്റെ ഭാഗമായിട്ടുള്ള വലീമയിലേക്കാണ് ഒരാൾ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണെന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. അല്ലാഹു അലം. അതില് നിബന്ധനകളുണ്ട്, നിബന്ധനകൾ നമുക്ക് പറയാം. ഇപ്പൊ ചില സമയത്ത് ആ ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റൂല, പങ്കെടുക്കൽ ഹറാമാകും, കറാഹത്താകും, അങ്ങനത്തെ ഒക്കെ ഘട്ടങ്ങളുണ്ട്, നമുക്ക് പറയാം. അപ്പോ വിവാഹ ചടങ്ങിലേക്ക് ആണ് ക്ഷണിച്ചിട്ടുള്ളത് എങ്കിൽ, ആ വിവാഹ സൽക്കാരത്തിലേക്കാണ് വിളിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതല്ലാത്ത ചടങ്ങുകളിലേക്കാണ് എങ്കിൽ അത് നിർബന്ധമല്ല എന്നതുമാണ് ജുംഹൂറിന്റെയും അഭിപ്രായം, ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇനി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല
വലീമകളെ പറ്റിയിട്ട് പറയാണ്. ഈ വലീമകൾ 4 തരത്തിലുണ്ട്. ഒന്നാമത്തേത് ഹറാമായ വലീമയാണ്. ഹറാമായ വലീമ. ഹറാമായ വലീമക്ക് ഒരു ഉദാഹരണമാണ്, ഇപ്പൊ മരിച്ചിട്ട് 3-ന്റെ അന്ന് എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് ആ മരിച്ച വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ച് പിരിയുക. അത് പാടില്ല. അത് ജാഹിലിയത്താണെന്നാണ് സഹാബിമാർ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു വലീമ ഒരാൾ ഒരുക്കി, ആ വലീമയിലേക്ക് പോകൽ എന്താണ്? ഹറാമാണ്. അങ്ങനത്തെ വലീമ ഒരുക്കുക എന്നുള്ളതും ഹറാമാണ്. അതാണ് ഒന്നാമത്തെ ഒരു രീതി, ഹറാമായ വലീമ. അങ്ങനത്തെ വലീമ ഒരിക്കലും ഹറാമാണ്. അങ്ങനത്തെ ഒരു വലീമയിലേക്കാണ് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അതിലേക്ക് പോകലും ഹറാമാണ്. അപ്പോൾ തന്നെ രണ്ടാമത്തേത് കറാഹത്തായ വലീമയാണ്. കറാഹത്തായ വലീമ എന്ന് പറഞ്ഞാൽ ഒരു നിക്കാഹിന്റെ പേരിൽ തന്നെ പല വലീമകൾ നടത്തുക. ഈ കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഒഴിവാക്കിയാൽ പ്രതിഫലം കിട്ടും. ചെയ്താലോ കുറ്റുണ്ടാവൂല. ചെയ്താല് അയാൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാവൂല. അയാള് കുറ്റക്കാരനല്ല, എന്നാൽ ഒഴിവാക്കിയാൽ അയാൾക്ക് എന്തുണ്ടാകും? അതില് പ്രതിഫലം ഉണ്ടാകും. അങ്ങനത്തെ സംഗതികൾക്കാണ് കറാഹത്ത് എന്ന് പറയുക. എന്നാൽ ആവശ്യമുണ്ടെങ്കിൽ ആ കറാഹത്ത് എന്നുള്ള ഹുക്കും എന്താകും? നീങ്ങിപ്പോവുകയും ചെയ്യും. അതിനുദാഹരണമാണ് ഒറ്റ നിക്കാഹിന് തന്നെ, ഒരു ചടങ്ങിന് തന്നെ പല തവണ എന്ത് ചെയ്യുക? ഭക്ഷണം കൊടുക്കുക. അതൊരു തരം ആർഭാടത്തിലേക്ക് പോകുന്ന സംഗതിയാണ്. അപ്പൊ അത് കറാഹത്തായിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അനുവദനീയമായ മുബാഹായ വലീമ. മുബാഹായ വലീമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുടിയിരിക്കൽ, പുതിയൊരു വീടെടുത്തു, അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വലീമ നടത്തുന്നു. അല്ലെങ്കിൽ ഹിത്താന്റെ ഭാഗമായിട്ട് സുന്നത്ത് കല്യാണം എന്നുള്ള നിലക്ക്, നാട്ടിലെ ഒരു ആചാരം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുന്നു? അങ്ങനത്തെ ഒരു വലീമ നടത്തുന്നു. അതൊക്കെ എന്താണ്? അനുവദനീയമായ വലീമക്കുള്ള ഉദാഹരണമാണ്. അതുപോലെ തന്നെ സുന്നത്തായ വലീമ ഉണ്ട്, അഥവാ വലീമ നടത്തൽ സുന്നത്താണ്. അതിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനത്തെ സുന്നത്തായ വലീമക്ക് ഉദാഹരണമാണ് ഈ ഉർസ്, നിക്കാഹിന്റെ ഭാഗമായിട്ടുള്ള വലീമ എന്ന് പറഞ്ഞാൽ. നിക്കാഹിന്റെ ഭാഗമായിട്ടുള്ള വലീമ ഒരാൾ നടത്തുക എന്നുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഔലിം വലൗ ബിശാത്ത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബിന്റെ സദസ്സിൽ വന്നിരുന്നപ്പോ കുപ്പായത്തിലൊക്കെ ഇങ്ങനെ അത്തറിന്റെ അടയാളുണ്ട്. അത് പുതിയാപ്പിളാരെ കുപ്പായത്തിൽ കാണുന്ന അടയാളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിക്കാഹ് കഴിഞ്ഞോ? നിക്കാഹ് കഴിഞ്ഞു. ആരെയാണ് കല്യാണം കഴിച്ചത്? അപ്പൊ അൻസാരിയായ പെണ്ണിനെയാണ് കെട്ടിയത്. എന്താ മഹർ കൊടുത്തത്? അപ്പൊ ഒരു ഈത്തപ്പന കുരുവിന്റെ പാടയുടെ അത്ര സ്വർണ്ണ ഞാൻ കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔലിം വലൗ ബിശാത്ത്. ഒരു ആടിനെ അറുത്തിട്ടെങ്കിലും അബ്ദുറഹ്മാൻ നീ വലീമ കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അത് സുന്നത്തായ ഒരു കൽപ്പനയാണ്. കാരണം ആടിനെ തന്നെ അറുക്കുക എന്നുള്ളത് നിർബന്ധമായ ഒരു സംഗതിയല്ല. അവിടെ കൽപ്പന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആടിനെ അറുക്കാനാ പറഞ്ഞിട്ടുള്ളത്. ആടിനെ അറുക്കൽ നിർബന്ധമായ ഒരു സംഗതി അല്ലല്ലോ. അപ്പോ അത് സുന്നത്തിനെയാണ് അറിയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ സുന്നത്തായ വലീമക്കുള്ള ഉദാഹരണമാണ് നിക്കാഹിന്റെ വലീമ. എന്നാൽ ആ നിക്കാഹിന്റെ വലീമയിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്നത് നിർബന്ധമാണ്. അല്ലാഹു അലം. ഇനി ഇതില് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പൂർത്തിയായാലാണ് ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാവുന്നത്. അതിൽ ഏതെങ്കിലും ഒരു നിബന്ധന നഷ്ടപ്പെട്ടാൽ ആ ക്ഷണം സ്വീകരിക്കൽ എന്തല്ല? നിർബന്ധമല്ല എന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല എണ്ണി പറയാണ്, ഒന്നാമത്തെ ഷർത്ത്, ഈ വലീമ നടക്കുന്ന സ്ഥലത്ത് തിന്മകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ എല്ലാ തോന്നിവാസങ്ങളും നടക്കുന്നുണ്ട്. ആ ചടങ്ങിലേക്കാണ്, സദസ്സിലേക്കാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. അവിടെ ഗാനമേള ഉണ്ട്, അവിടെ ആണും പെണ്ണും കൂടി കലരലുണ്ട്. ഇങ്ങനത്തെ എല്ലാ ജാതി പ്രശ്നങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അങ്ങോട്ടാണ് നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് ഉത്തരം കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇനി ഒരാൾക്ക് ആ തിന്മയെ എതിർക്കാൻ കഴിയുമെങ്കിൽ, തിന്മയെ എതിർക്കാൻ പറ്റുമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അവിടെ ആ വലീമക്ക് ഉത്തരം കൊടുക്കാം. ഉത്തരം കൊടുക്കൽ അയാൾക്ക് നിർബന്ധമാവുന്ന പറയുന്നത്. ഒരാൾക്ക് ആ തിന്മയെ എതിർക്കാനും തിരുത്താനും പറ്റുമെങ്കിൽ അയാൾ ആ വലീമക്ക് ഉത്തരം കൊടുക്കൽ നിർബന്ധമാണെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്. നിർബന്ധം എന്ന് പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. നിങ്ങൾക്ക് ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് നിങ്ങളെ കൈകൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൈകൊണ്ട് തിരുത്തണം. ഇനി നാവുകൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ നാവുകൊണ്ട് തിരുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് അത് തിരുത്താൻ പറ്റും. അപ്പോ രണ്ട് നിലക്ക് അയാൾക്ക് എന്ത് ചെയ്യാം? ആ വലീമക്ക് ഉത്തരം കൊടുക്കാം. ഒന്ന്, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിച്ചു എന്ന നിലക്ക്. രണ്ടാമത്തെ ഒരു കാര്യം, ആ തിന്മയെ അയാൾക്ക് തിരുത്താൻ പറ്റുമെന്ന നിലക്ക്. അപ്പൊ ആ നിലക്ക് എന്ത് ചെയ്യാം?
അയാൾക്ക് അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഇതേപോലെ തന്നെ ഈ വലീമയുടെ സദസ്സുകളൊക്കെ ഇപ്പൊ നമ്മളൊക്കെ കാര്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ വലീമന്റെ കേസ്. അതിൽ പല ജാതി പരിപാടികൾ നടക്കും. അപ്പോൾ ചിലപ്പോ രണ്ട് തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവും. ഒരു സ്ഥലത്ത് ഇങ്ങനെ പറ്റ ഫ്ലോപ്പായിട്ട് എല്ലാ തോന്നിയാസങ്ങളും നടക്കുന്നുണ്ടാവും, അപ്പുറത്ത് കുറച്ച് മാന്യന്മാർക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സംഭവമായിട്ടുണ്ടാവും. അവിടെ മ്യൂസിക്കും ഇങ്ങനത്തെ കൂടിക്കരലും ഒന്നും ഇല്ലാത്ത ഒരിടായിരിക്കും. അപ്പൊ അങ്ങനത്തെ നിക്കാഹുകൾക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് അത് ഓരോരുത്തരുടെയും മസ്ലഹത്ത് പരിഗണിച്ചിട്ട് പോകാന്നുള്ളതാണ്. അവിടെ നമുക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല, നമ്മൾ ഇങ്ങോട്ട് മാത്രമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. ഇനി നിർബന്ധമല്ല, അവിടെ എന്താകുന്നില്ല, അവിടെ അപ്പുറത്ത് തൊട്ടപ്പുറത്തിന് എന്ത് നടക്കുന്നുണ്ട്, വേറെ ബാക്കികളൊക്കെ നടക്കുന്ന വിഷയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകുക എന്നുള്ളത് നിർബന്ധമല്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു നിബന്ധന. രണ്ടാമത്തെ ഒരു ഷർത്തായിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് വിളിക്കുന്ന ആൾ മുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ്. മുസ്ലിമായ ഒരാൾ ക്ഷണിച്ചാലാണ് ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാകുന്നത്. ഒരു കാഫിറായ ആള് വിളിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കൽ എന്താകുന്നില്ല, നിർബന്ധമാകുന്നില്ല. മുസ്ലിം ക്ഷണിച്ചാലാണ് നിർബന്ധമാകുന്നത്. മൂന്നാമത്തേത് ബിദഅത്തിന്റെ ആൾക്കാർ. ബിദഅത്തിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാല് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ള ബിദഅത്ത്. ഇപ്പോ മുസ്ലിങ്ങളോട് അങ്ങേറ്റത്തെ ശത്രുത ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ബിദഅത്തുകൾ ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ അവരുടെ സദസ്സുകളിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, അത് അവർക്കുള്ള ഒരു സപ്പോർട്ടും ഒരു പിന്തുണയും കൊടുക്കലാണ്. അപ്പൊ തിന്മകളിലും കുറ്റകൃത്യങ്ങളും പരസ്പരം സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഗണത്തിലാണ് അത് പെടുക എന്നുള്ളതാണ്. നാലാമത്തെ ഒരു നിബന്ധനയായിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് നമ്മൾ ക്ഷണിക്കപ്പെട്ട വിരുന്ന് അത് തന്നെ ഹറാമായ അവസ്ഥ, അഥവാ ആ വിരുന്നിലേക്ക് അയാൾ കൊണ്ടുവന്നിട്ടുള്ള ആട്, അത് ആ ആടിനെ അയാൾ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്. അയാൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന ആടിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ പാകം ചെയ്തിട്ടുള്ളത്. അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് തിന്നാൻ പാടില്ല. അല്ലെങ്കിൽ അയാൾ ഏതോ ഒരു ഗോഡൌണിൽ പോയിട്ട് അരി മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ടാണ് അവിടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് മോഷ്ടിച്ചു കൊണ്ടുവന്ന അരിയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റൂല, ആ വിരുന്നിന് നമ്മൾ പോകാൻ പറ്റൂല. എന്നാൽ ഇപ്പൊ ഒരു ഹറാമായ ഇടപാടുകൾ നടത്തുന്ന ഒരാളാണ്, അവിടെ വിളമ്പിയ ഭക്ഷണം നേരിട്ട് ഹറാമല്ല, എന്നാൽ ഇയാളുടെ സമ്പത്തിൽ ഹറാമുണ്ട്, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പലിശ ഇടപാടുകൾ നടത്തുന്ന ഒരാളാണ്, അയാൾ എന്ത് ചെയ്തു, ഒരു വിരുന്നൊരുക്കി. അയാൾ ഒരു വിരുന്നൊരുക്കി, നമ്മൾ എന്ത് ചെയ്തു, ആ വിരുന്നിന് പോയി. അവിടെ ആ ഭക്ഷണം എന്നുള്ളത് നേരിട്ട് എന്താവുന്നില്ല, നേരത്തെ നമ്മൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന ആട്ടിറച്ചിയെ പോലെയോ അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ടുവന്ന അരിയെ പോലെയോ ആ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഹറാമാകുന്നില്ല. എന്നാൽ അയാള് ഹറാമായ ഇടപാടുകൾ നടത്തുന്ന ആളാണ്. അതെന്ത് ചെയ്യൂല, നമ്മളെ ക്ഷണം സ്വീകരിക്കുന്നതിനെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അതിന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന തെളിവുകൾ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരുടെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ജൂത സ്ത്രീ ആട്ടിറച്ചി ഒരുക്കി, ആട്ടിറച്ചിയിൽ വിഷം പുരട്ടിയിരുന്നു എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ ആ ക്ഷണം എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജൂതന്മാരുടെ സമ്പത്തിൽ എന്തുണ്ടാകും, ഹറാം ഉണ്ടാകും, ഹലാലും ഉണ്ടാകും. ഒരു പലിശ ഇടപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്ഷണം സ്വീകരിക്കുന്നതിന് വിരോധമല്ല. എന്നാൽ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിന്നാൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഞാനിപ്പോ ഇങ്ങനത്തെ പലിശ ഇടപാടൊക്കെ നടത്തുന്നതുകൊണ്ടാണല്ലോ എന്റെ കുടുംബത്തിൽ എത്ര അടുത്ത ആളായ ഇയാൾ വരാതിരുന്നത് എന്നൊരു സങ്കടം അയാൾക്ക് ഉണ്ടായിട്ട് അയാൾ അതിൽ നിന്ന് മാറാൻ, ഈ ഇടപാടൊന്നും ശരിയാവില്ല, നമ്മളെ കുടുംബക്കാരെ നമ്മളെ പരിഗണിക്കുന്നില്ല, നാട്ടുകാർ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ നമ്മളെ ആ വിഷയത്തിൽ പരിഗണിക്കുന്നില്ല എന്നൊക്കെ തോന്നിയിട്ട് അയാൾ മാറുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പോകാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ്. അപ്പൊ അതാണ് നാലാമത്തെ നിബന്ധനയായിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നത്. അഞ്ചാമത്തെ കാര്യം നിർബന്ധമാകാതിരിക്കാനുള്ള, അഥവാ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാകൂല. അതിന് അഞ്ചാമത്തെ നിബന്ധനയായിട്ട് പറയുന്നത്, ഒരു വലീമ തന്നെ, ഒരു നിക്കാഹ് തന്നെ അതിന് ഒരുപാട് വലീമ നടത്തുക, 2, 3, 4 തവണ ഒക്കെ വലീമ നടത്തുക. അതിൽ ഒറ്റ തവണ പോയാൽ തന്നെ ആ നിർബന്ധമായത് വിടി. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെ ഒക്കെ വലീമയിൽ നമ്മൾ പങ്കെടുക്കണം എന്നുള്ളത് നിർബന്ധമായ സംഗതിയല്ല എന്നതുമാണ് കാര്യം. അല്ലാഹു അലം. ഇനി ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളുല്ലാഹ് പറയാണ്, ഈ വലീമക്ക് ക്ഷണിക്കപ്പെട്ടാല് അവിടുത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണോ? അല്ല. എന്തും ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എന്തല്ല,
നിർബന്ധമല്ല. ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതാണ്. അവിടുന്ന് ഭക്ഷണം കഴിക്കൽ നിർബന്ധമായ സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ചില റിപ്പോർട്ടുകൾ അത് അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നോമ്പുകാരനാണ് ഒരാൾ, നോമ്പുകാരനായ സമയത്താണ് വലീമയിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടാകും. ഒന്ന് നിർബന്ധമായ നോമ്പായിരിക്കും, അല്ലെങ്കിൽ സുന്നത്തായ നോമ്പായിരിക്കും. ഇപ്പൊ ഒരാൾ റമദാനിൽ നോറ്റ് വീട്ടാനുള്ള നോമ്പ് എടുത്ത ആളാണ്. അപ്പൊ അയാൾക്കാണ് കല്യാണത്തിന് ക്ഷണം വന്നിട്ടുള്ളത്. അയാൾക്ക് എന്ത് ചെയ്യാം, ആ കല്യാണത്തിന് പോകാം. എന്നാൽ അയാൾ നോമ്പ് മുറിക്കാൻ പറ്റൂല. നിർബന്ധമായ നോമ്പ് നോറ്റു തുടങ്ങിയ ഒരാള് അനിവാര്യമായ കാരണങ്ങളില്ലാതെ ആ നോമ്പ് മുറിക്കുക എന്നുള്ളത് ഹറാമാണ്, മുറിക്കാൻ പറ്റൂല. എന്നാൽ സുന്നത്തായ നോമ്പാണ്. തിങ്കളാഴ്ചയിലെ നോമ്പ് എടുത്തിട്ടാണ് ഒരാള് ഉള്ളത്. അപ്പൊ തിങ്കളാഴ്ചയാണ് നിക്കാഹ് വന്നത്, അന്ന് വലീമക്ക് ക്ഷണിച്ചു. അയാൾക്ക് എന്ത് ചെയ്യാം, ആ വലീമക്ക് പോകാം. അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോമ്പ് മുറിക്കാം. അല്ലെങ്കിൽ നോമ്പ് മുറിക്കാതെ തന്നെ ഒഴിവായി പോരുകയും ചെയ്യാം. അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതാണ്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരുന്ന സമയത്തും അങ്ങനെ ക്ഷണം സ്വീകരിച്ചതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നിർബന്ധമായ നോമ്പാണ് എങ്കിൽ അത് അവരോട് പ്രത്യേകം പറയുക, ഞാനൊന്ന് നോമ്പുകാരനാണ്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്ന കാര്യം നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. എന്നാൽ സുന്നത്തായ നോമ്പാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടുന്ന് നോമ്പ് മുറിച്ച് ഭക്ഷണം കഴിച്ച് പോരുകയും ചെയ്യാം. അല്ലാഹു അലം. ഇനി ഈ ഹദീസിന്റെ ഭാഗമായിട്ട് അവസാനത്തെ ഒരു മസാല കൂടി, ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകാൻ പറ്റും. ഇപ്പൊ അവിടെ വിളിച്ച കല്യാണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, വിളിക്കാത്ത കല്യാണത്തിന് പോകാൻ പറ്റുമോ? നല്ല ബന്ധമുള്ള ആളുകളാണെങ്കിൽ പോകാൻ പറ്റില്ല. നല്ല ബന്ധമുള്ള ആളാണെങ്കിൽ പോകാൻ പറ്റും. പോകാം. പോയിട്ട് എന്ത് ചെയ്യണം, അവരോട് പറയണം ഞങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ കാലത്ത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലമയെ ഒരു ഇറച്ചി കച്ചവടക്കാരൻ, ഒരു കശാപ്പുകാരൻ എന്ത് ചെയ്തു, വിരുന്നിന് വിളിച്ചു. അങ്ങനെ ഒരു ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി സ്വലമ സഹാബിമാരെ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ആ വിരുന്നിന് പോയത്. 5 ആൾക്കാർക്കുള്ള ഭക്ഷണമാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. ഇമാം ബുഖാരി റഹിമുള്ള റിപ്പോർട്ട് ചെയ്യുന്ന 2081 ഹദീസാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു സഹാബി കൂടി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി സ്വലമ കൂട്ടി പോയതാണ്, ഒരു സഹാബി കൂടി. ആ സഹാബിക്ക് എന്തില്ല, ക്ഷണമില്ലാത്ത സഹാബിയാണ് നബിന്റെ കൂടെ പോയിട്ടുള്ളത്. അങ്ങനെ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലമ ആ ക്ഷണിച്ച വീട്ടിലെത്തി. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, ആ വിരുന്നൊരുക്കിയ ആളോട് പറയുന്നുണ്ട്, ഇതാ ഈ ആള് ഞങ്ങളെ കൂടെ വന്ന ആളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിങ്ങൾ അനുവാദം തന്നാൽ എന്ത് ചെയ്യാ, മൂപ്പര് ഭക്ഷണം കഴിക്കും, നമ്മളെ കൂടെ ഇരിക്കും. അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, മൂപ്പരെ മടക്കി അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂപ്പരെ മടക്കി അയക്കുകയും ചെയ്യാം. അപ്പൊ ആ വിരുന്നൊരുക്കിയ ആൾക്ക് എന്തുണ്ട്, ക്ഷണിക്കാതെ വന്ന ഒരാളാണെങ്കിൽ അയാളെ തിരിച്ചയക്കാനും അവകാശമുണ്ട്. എന്നാൽ അവിടെ ഏറ്റവും മാന്യത, ഏറ്റവും നല്ലത് അയാളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ആ സഹാബി അവിടെ ചെയ്തിട്ടുള്ളതും. അപ്പൊ ശരിക്കും അവിടെ ക്ഷണിക്കാത്തൊരു വിരുന്നിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സഹാബിയും കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ടുള്ളത്. എന്നാൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ആദ്യം പറഞ്ഞു, ഒരാൾ വന്നിട്ടുണ്ട്, നിങ്ങളെ ക്ഷണമില്ല, എന്നാലും നിങ്ങൾ അനുവാദം തരികയാണെങ്കിൽ എന്നുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പെർമിഷൻ വാങ്ങുന്നത് നമുക്ക് കാണാനും പറ്റും. അല്ലാഹു അലം. അതല്ലാതെ ചിലപ്പോ എന്താ വെച്ചാല്, 5 ആൾക്ക് ഒരുക്കിയ കല്യാണത്തിന് 5 ആൾക്ക് ഒരുക്കിയ വരുന്ന 10 ആൾക്കാർ പോയാൽ ചിലപ്പോ ഭക്ഷണം തികയൂല. അപ്പോ ക്ഷണിക്കാത്ത ആൾക്കാർ വന്നുകൊണ്ട് ക്ഷണിച്ച ആൾക്കാരെ ഇടങ്ങാറാവുന്ന അവസ്ഥ ഉണ്ടാകാൻ പറ്റൂല എന്നുള്ളതാണ്. അല്ലാഹു അലം. ബാറക്കല്ലാഹു ഫീക്കും. അതാണ് ഈ 30-ാമത്തെ ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സംഗതികൾ. ഇനി നമ്മള് 39-ാമത്തെ ഹദീസിലേക്ക് നീങ്ങാണ്. ഒരു ഹദീസും കൂടി നമുക്ക് ഇന്ന് എടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. മസീഹുദ് ദജ്ജാലിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഹദീസാൻ. ആദ്യം ഹദീസിന്റെ ടെക്സ്റ്റ് ഒന്ന് നോക്കുക. മൻ ഹഫിള അശ്റ ആയാതി മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫി ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 809-ാമത്തെ ഹദീസാണ്. അബൂ 323-ാമത്തെ ഹദീസുവാൻ. അബൂദർദ റളിയല്ലാഹു അൻഹു മുഹാജിർ അൻസാരിയാണ്, മദീനക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ വരുന്ന സഹാബിമാരെ എന്ത് ചെയ്തിട്ടുണ്ട്, അൻസാരികളുമായിട്ട് സാഹോദര്യ ബന്ധം ഉണ്ടാക്കി കൊടുത്തിരുന്നു.
അപ്പൊ അങ്ങനെ അബൂദർദാ റളിയല്ലാഹുവിന് സഹോദരനായി കിട്ടിയത് ആരെയാണ്? ആ നമ്മൾ മുമ്പ് ദുറൂസിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ഓർമ്മ. അബൂദർദാ റളിയല്ലാഹുവിന് സഹോദരനായി കിട്ടിയത് സൽമാൻ റളിയല്ലാഹുവിനെയാണ്. സൽമാൻ റളിയല്ലാഹുവിന് ഫാരിസിയാണ്, പേർഷ്യക്കാരനാണ്. അങ്ങനെ ഒരിക്കൽ സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ ഒരു മുഷിഞ്ഞ വസ്ത്രം, അത്ര നല്ല കോലത്തിലല്ല ഉള്ളത്, നല്ല വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല. അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ഈ കോലത്തിൽ, കുറച്ചുകൂടിയൊക്കെ ഒന്ന് നല്ല രൂപത്തിൽ നിങ്ങൾക്ക് നടന്നൂടെ? അപ്പോ സൽമാൻ റളിയല്ലാഹുവിനോട് ഉമ്മു ദർദ, അബൂദർദാന്റെ ഭാര്യ പറയാണ്, ഇന്ന അഹാക അബൂദർദ ലൈസ ലഹു ഹാജത്തുൻ ഫി ദുനിയ. അബൂദർദാന് ഇങ്ങനത്തെ ദുനിയാവിന്റെ കാര്യത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നൊന്നും മൂപ്പർക്ക് അത്ര മൂപ്പർ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല, അതിലൊന്നും മൂപ്പർക്ക് വലിയ താല്പര്യമില്ല എന്ന് ഉമ്മു ദർദ മറുപടി കൊടുത്തു. ഞാൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ സൽമാൻ റളിയല്ലാഹുവിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഒരുക്കി. അബൂദർദ വന്നിട്ടുണ്ട്, സൽമാൻ റളിയല്ലാഹുവിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ സൽമാൻ റളിയല്ലാഹു ഭക്ഷണം കഴിക്കാതിരുന്നപ്പോ അബൂദർദ കൂടെ ഇരിക്കുന്നില്ല. അപ്പൊ സൽമാൻ റളിയല്ലാഹു പറഞ്ഞു, എന്താ ഭക്ഷണം കഴിക്കാതിരിക്കാത്തത്? അപ്പൊ ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. സുന്നത്ത് നോമ്പാണ്. അപ്പൊ സൽമാൻ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെ നോമ്പ് മുറിപ്പിച്ചിട്ട് കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. അങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയമാണ്, ഉറങ്ങാൻ കിടന്നു. സൽമാൻ റളിയല്ലാഹു ഉറങ്ങാൻ കിടന്നു. അബൂദർദ ഉറങ്ങാൻ കിടക്കുന്നില്ല. അബൂദർദ എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ സൽമാൻ റളിയല്ലാഹു ഇപ്പൊ നിസ്കരിക്കാൻ പറ്റൂല, ഇപ്പൊ കിടക്കണം. അങ്ങനെ കിടത്തി ഉറക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും അബൂദർദ എഴുന്നേറ്റു നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വീണ്ടും സൽമാൻ എന്ത് ചെയ്യാണ്, സമയമായിട്ടില്ല പറഞ്ഞിട്ട് വീണ്ടും കിടത്തുകയാണ്. അങ്ങനെ ഫജറിനോട് അടുത്ത സമയമായപ്പോ പിന്നെ രണ്ടാൾക്കാർ എഴുന്നേറ്റിട്ട് നിസ്കരിച്ചു. അങ്ങനെ പിന്നീട് സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദ റളിയല്ലാഹുവിനോട് സംസാരിക്കുകയാണ്, ഇന്ന ലി നഫ്സിക അലൈക ഹഖ്ക. അബൂദർദ, നിന്റെ ശരീരത്തോട് നിനക്ക് അവകാശമുണ്ട്, നിന്റെ ശരീരത്തിന് നീ കൊടുക്കേണ്ട അവകാശമുണ്ട്. വലി റബ്ബിക അലൈക ഹഖ്ക, നിന്റെ റബ്ബിന് നീ കൊടുക്കേണ്ട അവകാശമുണ്ട്. വലി ദൈഫിക അലൈക ഹഖ്ക, നിന്റെ അതിഥിക്ക് നീ കൊടുക്കേണ്ട അവകാശമുണ്ട്. വ ഇന്ന ലി അഹ്ലിക അലൈക ഹഖ്ക, നിന്റെ വീട്ടുകാർക്ക്, നിന്റെ കുടുംബത്തിന് നീ കൊടുക്കേണ്ട അവകാശമുണ്ട്. ഫഅഅതി കുല്ല ദീ ഹഖ്ഖിൻ ഹഖ്ഖഹു, അതുകൊണ്ട് എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ നീ എന്ത് ചെയ്യണം, വകവെച്ചു കൊടുക്കണം എന്നൊരു ഉപദേശം കൂടി സൽമാൻ റളിയല്ലാഹുവിന് അബൂദർദ റളിയല്ലാഹു കൊടുത്തു. അബൂദർദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, സൽമാൻ വീട്ടിൽ വന്നിരുന്നു, എന്റെ നോമ്പ് മുറിപ്പിച്ചു, രാത്രി നിസ്കരിക്കാൻ നിന്നപ്പോൾ എന്നെ വീണ്ടും കിടത്തി ഉറക്കി, എനിക്ക് ഇങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ തന്നു എന്ന് അബൂദർദ റളിയല്ലാഹു പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സദഖ സൽമാൻ, സൽമാൻ പറഞ്ഞതാണ് ശരി, സൽമാൻ പറഞ്ഞതാണ് സത്യം എന്ന് അബൂദർദ റളിയല്ലാഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 2413 ഹദീസാണ് ഇത്. അപ്പൊ ഇത് നമുക്ക് കിട്ടുന്ന ഒരു പാഠം, എല്ലാവർക്കും കൊടുക്കേണ്ട അവകാശങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. വെറും നിസ്കാരക്കാര്, വെറും നോമ്പുകാര്, ഭർത്താവിന് കൊടുക്കേണ്ട അവകാശങ്ങളില്ല, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട അവകാശങ്ങളില്ല, കുടുംബത്തിന് കൊടുക്കേണ്ട അവകാശങ്ങളില്ല, ഇതൊന്നുമില്ലാതെ വെറും ഇബാദത്തായിട്ട് കൂടാൻ പറ്റൂല. എന്നാൽ കുടുംബവും ഭർത്താവും ഭാര്യയും മാത്രമേ ഉള്ളൂ, ഇബാദത്തൊന്നുമില്ല, അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നില്ല, അതും പറ്റൂല. അപ്പൊ എല്ലാം സമന്വയിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പാഠാണ് അബൂദർദ റളിയല്ലാഹുവിന്റെ ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഹദീസിന്റെ ടെക്സ്റ്റിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹഫിള, ആരെങ്കിലും ഹിഫ്ലാക്കി, മനപ്പാടമാക്കി, 10 ആയാത്തിൻ, 10 ആയത്തുകൾ, മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ നിന്ന്, ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ, അഹ്സൻതും, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവൻ സംരക്ഷിക്കപ്പെട്ടു. അല്ലെ, ഉസിമ എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടു അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ആസ്വമ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, ആസ്വമ എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു, ഉസിമ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ടു. മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവൻ സംരക്ഷിക്കപ്പെട്ടു. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ ഹിഫ്ളാക്കിയാൽ എന്നാണ് ഹദീസിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഷർഹിലേക്ക് പോവാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അവസാന കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന
വ്യാജനാണ്, കള്ളനാണ് മസീഹു ദജ്ജാൽ. ഓൻ ആദ്യം വന്നിട്ട് നുബുവത്ത് വാദിക്കും. ആദ്യം ഓന്റെ വാദം ഞാൻ നബിയാണെന്നാണ്. പിന്നെ ഓ വാദിക്കുക ഞാൻ ഇലാഹാണ്, ഞാനാണ് ആരാധ്യൻ എന്നാണ് അവൻ വാദിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഹദീസുകളിൽ വന്നതാണ് കേട്ടോ. നമ്മൾ ഓരോ ഹദീസ് ഇങ്ങനെ പറഞ്ഞ ആ ഹദീസിന്റെ നമ്പർ പറഞ്ഞു പോകുന്ന ഒരു രീതിയല്ല ഇതിന്റെ ഷർഹിൽ കാണുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു ശൈലിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം ദജ്ജാൽ വന്നിട്ട് പറയാ ഞാൻ നബിയാണെന്നാണ്, നുബുവത്താണ് ഓ വാദിക്കുക. പിന്നെ ഓ വന്നിട്ട് പറയാ ഞാൻ ഇലാഹാണ്, ഞാനാണ് ആരാധ്യൻ എന്നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പ് മുതൽ ഖിയാമത്ത് നാൾ വരെ ഉള്ളതിൽ ഏറ്റവും കടുപ്പമേറിയ ഫിത്ന അത് ദജ്ജാലിന്റെ ഫിത്നയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള കാലത്താണ് ദജ്ജാലിന്റെ പുറപ്പാട് എങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിൽ നിന്ന് നമുക്കുള്ള സംരക്ഷകനാണ്. ഈ ദജ്ജാലിനെ പറ്റിയിട്ട് താക്കീത് തരാത്ത ഒരു നബിയും ഇല്ല. എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ദജ്ജാലിനെ പറ്റിയിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ശരിക്കും ഓന് അവസാന കാലത്താണ് വരിക എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. എന്നാൽ എന്തിനാണ് ആ നബിമാരൊക്കെ മുന്നറിയിപ്പ് കൊടുത്തത്? അത് ആ ദജ്ജാൽ എന്നുള്ള വിഷയത്തിന്റെ ആ കടുത്ത പരീക്ഷണത്തിന്റെ കടുപ്പം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് എല്ലാ നബിമാരും അങ്ങനെ അവരുടെ ഉമ്മത്തിന് ദജ്ജാലിനെ പറ്റിയിട്ടുള്ള മുന്നറിയിപ്പും താക്കീതും കൊടുത്തത് എന്നൊക്കെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു അവന്റെ കൈകളിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കും. അതൊന്നും ദജ്ജാലിന്റെ കഴിവല്ല. ഞാൻ പറയുന്നത് കേൾക്കണ്ടല്ലോ, ഒരു കോള് വന്നു. കേൾക്കുന്നില്ലേ? ഓക്കെ. ദജ്ജാലിന്റെ കൈകളിലൂടെ അള്ളാഹു എന്ത് ചെയ്യും, പല അത്ഭുതങ്ങൾ കാണിക്കും. അതൊന്നും ദജ്ജാലിന്റെ കഴിവല്ല. ഇപ്പോ ഓനൊരു ജനക്കൂട്ടത്തിന് അടുക്കൽ ചെല്ലും, എന്നിട്ട് അവരെ വിളിക്കും അവന്റെ ആശയത്തിലേക്ക്. അപ്പൊ അവനെ സത്യപ്പെടുത്തും. അപ്പൊ അവരോട് ആകാശത്തോട് പറയും മഴ പെയ്ക്കാൻ. അപ്പൊ ആകാശത്തു നിന്ന് മഴ പെയ്യും. ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളപ്പിക്കാൻ പറയും. അപ്പൊ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളക്കും. അവരുടെ കാലികളുടെ അകിടിൽ നല്ല പാലുണ്ടാകും. ആ കാലികളൊക്കെ ഉണങ്ങി നിൽക്കുന്നതായിരിക്കും. അതിനൊക്കെ നല്ല ഇറച്ചി മാംസമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അത്ര കടുത്ത പരീക്ഷണം നമ്മൾ ആലോചിച്ച് നോക്കുക. വേറൊരു ജനക്കൂട്ടത്തിന്റെ അടുക്കലേക്ക് ചെല്ലും, ഓരെ വിളിക്കും. അപ്പൊ ഓര് നിഷേധിക്കും, ഓര് ദജ്ജാലിനെ തള്ളിക്കളയും. അപ്പോ മഴ നിൽക്കും, വരൾച്ച ഉണ്ടാക്കും. ഇതൊക്കെ ദജ്ജാൽ ചെയ്യുന്നതാണ്. എന്നാൽ ദജ്ജാലിന്റെ കഴിവല്ല. ജനങ്ങൾക്കുള്ള ഫിത്ന എന്ന നിലക്ക്, പരീക്ഷണം എന്ന നിലക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നതാണ്, അവനിലൂടെ നടപ്പാക്കുന്നതാണ്. അതുപോലെ തന്നെ അവന്റെ കയ്യിൽ നരകമുണ്ട്, സ്വർഗമുണ്ട്. അവന്റെ കയ്യിലെ നരകം എന്താണ്? കാണുമ്പോ അത് നരകമായിട്ടാണ് തോന്നുക. ആരെങ്കിലും ആ നരകത്തിലേക്ക് പ്രവേശിച്ചാൽ ഓന് പ്രവേശിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. അവന്റെ കയ്യിൽ ഒരു സ്വർഗമുണ്ട്. ഈ കയ്യിൽ സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞാല് അതിന്റെ ശരിയായ കോലം രൂപം നമുക്കറിയില്ല കേട്ടോ. ഇതൊക്കെ ഖിയാമത്ത് നാളിൽ വരാൻ പോകുന്ന സംഗതികളാണ്. ഇത് കണ്ട ആൾക്കാർക്കാണല്ലോ ഇപ്പൊ ഇതൊക്കെ അറിയാം. ഇതിപ്പോ ആരും കണ്ടിട്ടില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അവന്റെ കയ്യിലെ സ്വർഗം അത് നരകവുമാണ്. 40 ദിവസമാണ് ദജ്ജാൽ ഈ ഭൂമിയിൽ ഉണ്ടാവുക. ആ 40 ദിവസത്തിൽ ഒന്നാമത്തെ ദിവസത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒന്നാമത്തെ ദിവസത്തിന്റെ നീളം എത്രയാണ്? എത്രയായിരിക്കും ഒന്നാമത്തെ ദിവസത്തിന്റെ നീളം? കേൾക്കുന്നില്ല? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ട്, അറിയില്ല. ഓക്കെ. ഒന്നാമത്തെ ദിവസത്തിന്റെ നീളം ഒരു വർഷത്തിന്റെ നീളാണ്. യൗമുൻ കസനത്തിൻ, ഒരു വർഷത്തിന്റെ അത്ര നീളമായിരിക്കും ഒന്നാമത്തെ ദിവസത്തിന് ഉണ്ടാവുക. ഇപ്പൊ 24 മണിക്കൂറാണല്ലോ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ. 24 മണിക്കൂറാകുമ്പോൾ സൂര്യൻ എന്ത് ചെയ്യുന്നു, ഒരു റൗണ്ട് പൂർത്തിയാക്കുന്നു. അപ്പോ ഇവിടെ ഒരു വർഷമാണ് ഒരു ദിവസത്തിന്റെ നീളം. രണ്ടാമത്തെ ദിവസത്തിന്റെ നീളം യൗമുൻ കശഹർ, ഒരു മാസത്തിന്റെ അത്ര നീളം ഉണ്ടാവുന്ന പറഞ്ഞത്. മൂന്നാമത്തെ ദിവസം യൗമുൻ കഉസ്ബു, ഒരാഴ്ചയുടെ അത്ര നീളം ഉണ്ടായിരിക്കും. 7 ദിവസങ്ങളുടെ ദൈർഘ്യം. ബാക്കിയുള്ളതൊക്കെ സാധാരണ ദിവസങ്ങളെ പോലെ തന്നെ ആയിരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം അങ്ങനെ പറഞ്ഞപ്പോ സഹാബിമാര് നബിയോട് ചോദിക്കാണ്, അള്ളാഹുന്റെ റസൂലെ, ഒരു ദിവസം ഒരു വർഷത്തിന്റെ അത്ര നീളം ഉണ്ടാകുമെങ്കിൽ അന്നും ഞങ്ങൾക്ക് ഒരു ദിവസത്തെ നിസ്കാരം മതിയാകുമോ? ഒരു ദിവസത്തെ നിസ്കാരം ഞങ്ങൾക്ക് മതിയാകുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോരാ, ഒരു ദിവസത്തെ നിസ്കാരം
പോരാ. ഓരെന്ത് ചെയ്യണം, ആ സമയം കണക്കാക്കിയിട്ട് 24 മണിക്കൂറാണല്ലോ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, ആ 24 മണിക്കൂർ കണക്കാക്കിയിട്ട് 5 വക്ത് നിസ്കാരങ്ങൾ എന്ത് ചെയ്യണം, നിർവഹിച്ചു പോരണം. ഒരു വർഷത്തെ നീളമുള്ള ആ ഒരു ദിവസത്തിൽ ഒരു ദിവസത്തെ നിസ്കാരം നിങ്ങൾക്ക് പോരാ എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഹദീസ് നമുക്ക് കിട്ടുന്ന 2 പാഠങ്ങൾ. ഒന്ന്, ആ സമയത്തും സഹാബിമാരെ ആലോചിക്കുന്നത് ഓരോ നിസ്കാരത്തെ പറ്റിയിട്ടാണ്. ഓരോ നിസ്കാരത്തെ പറ്റിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് സംശയം ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ദീന് അത് ഏത് കാലത്തേക്കും പ്രാക്ടിക്കലാണ്. ഇപ്പൊ അന്റാർട്ടിക്കയിൽ പോയ ഒരാളുടെ നിസ്കാരം എങ്ങനെയെന്ന് വെച്ചാൽ അതിനുള്ള ഉത്തരാണ് ഈ പറഞ്ഞ മസീഹു ദജ്ജാലിന്റെ ഹദീസ്. ഓരെന്ത് ചെയ്യണം, സമയം കണക്കാക്കിയിട്ട് എന്ത് ചെയ്യണം, നിസ്കാരത്തെ ക്രമീകരിക്കണം എന്നതാണ് കാര്യം. അങ്ങനെ പിന്നെ ഈ 40 ദിവസം കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇറങ്ങി വരുന്നു, ദജ്ജാലിനെ വധിക്കുന്നു. അതോടുകൂടി ദജ്ജാലിന്റെ കാര്യം തീരുമാനമാവാണ്. അപ്പൊ ഈ ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ കടുത്ത ഫിത്നയാണ്, കടുത്ത പരീക്ഷനാണ്. ഓനെന്ത് ചെയ്യും, ഒരാളെ കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖൈറുൻ നാസ്, അന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് ആ വന്ന ആൾ. എന്നിട്ട് അയാൾ പറയും, നീ ദജ്ജാലാണ്, നീ കള്ളനാണ്. അപ്പൊ കൂടെയുള്ള ആൾക്കാരോട് ദജ്ജാൽ ചോദിക്കും, ഇയാളെ ഞാന് വധിച്ചിട്ട് കൊന്നിട്ട് രണ്ടാക്കി കീറി മുറിച്ചതിന് ശേഷം വീണ്ടും എഴുന്നേൽപ്പിച്ചാൽ പിന്നെ ഞാനാണ് റബ്ബ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവുമോ? അപ്പൊ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അപ്പോ ഈ വന്ന ആളെ ദജ്ജാൽ എന്ത് ചെയ്യും, രണ്ടാക്കി കീറി മുറിക്കും. രണ്ടാക്കി കീറി മുറിച്ചിട്ട് അതിന്റെ ഇടയിലൂടെ അവൻ നടക്കും. എന്നിട്ട് വീണ്ടും പറയും, കും, എഴുന്നേറ്റ് വാ. അപ്പൊ ആ മനുഷ്യൻ വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. അപ്പൊ രണ്ടാക്കി കീറി മുറിച്ച ഒരാളെ വീണ്ടും മസീഹു ദജ്ജാൽ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര കടുപ്പുള്ള പരീക്ഷനാണ്. അത് കണ്ടു നിൽക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ അതിനേക്കാളും വലുത് എന്താ വേണ്ടത്? ഈ മനുഷ്യൻ വരുമ്പോ തന്നെ പറയുന്നത്, അഷ്ഹദു അന്നക ദജ്ജാൽ അല്ലദി ഹദ്ദസനി അൻക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ ഹദീസ്, നിന്നെ പറ്റിയിട്ടുള്ള വർത്തമാനം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദജ്ജാലാണ് നീ, ആ കള്ളനാണ് നീ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ചങ്ങായി വരുന്നത് തന്നെ. അപ്പൊ ഇയാളെ കൊന്നിട്ട് 2 കഷ്ണങ്ങളാക്കിയിട്ട് വീണ്ടും എഴുന്നേൽപ്പിച്ചിട്ട് ഇയാളോട് ചോദിക്കും, ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ആ മനുഷ്യൻ പറയും, ഇപ്പൊ എനിക്ക് കൂടുതൽ ബസീറത്ത് കിട്ടി, ഇപ്പൊ എനിക്ക് കൂടുതൽ ഉറപ്പായി. നേരത്തെ സംശയമില്ല, ഇപ്പോഴും എനിക്ക് സംശയമില്ല, ഇപ്പൊ എനിക്ക് കൂടുതൽ ഉറപ്പായി. കാരണം ഇതും ഞങ്ങളുടെ റസൂല് പറഞ്ഞതാണ്. അപ്പൊ ആ ഇൽമിന്റെ ശക്തി നോക്കുക നമ്മൾ. ആ മനുഷ്യൻ ഇത്ര കടുപ്പമുള്ള പരീക്ഷണങ്ങൾ നടന്നിട്ടും അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഹദീസ് ആ മനുഷ്യൻ പഠിച്ചിട്ടുണ്ട്. അയാളുടെ അഖീദ, അയാളുടെ വിശ്വാസം അത്ര ഉറപ്പുള്ളതായിരുന്നു എന്നതാണ് കാര്യം. ദജ്ജാല് ഒറ്റക്കണ്ണനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, ഓനക്ക് ഒരു കണ്ണേ ഉള്ളൂ. നിങ്ങളുടെ റബ്ബ് അഅവർ അല്ല, ദജ്ജാല് അഅവറാണ്, ഒറ്റക്കണ്ണനാണ്. അതുപോലെ തന്നെ കഫറ എന്ന് അവന്റെ നെറ്റിൽ എഴുതിയിട്ടുണ്ടാകും. അത് എല്ലാവർക്കും വായിക്കാൻ പറ്റും. ഈമാനുള്ള എല്ലാ മനുഷ്യന്മാർക്കും വായിക്കാൻ പറ്റും. എഴുത്തും വായനയും അറിയാത്ത ഈമാനുള്ള മനുഷ്യനും എന്ത് ചെയ്യും, ആ എഴുതിയത് വായിക്കും. എന്നാൽ മുനാഫിക്ക്, ഓനക്കത് വായിക്കാൻ പറ്റൂല. മുനാഫിക്കിന് അത് വായിക്കാൻ പറ്റില്ല. ഓന് എഴുത്തു വായനൊക്കെ അറിയുന്ന ആളായിരിക്കും, പക്ഷെ ഓൻ മുനാഫിക്കാണ്, ഓർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് വായിക്കാൻ പറ്റൂല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാനും പറ്റും. അപ്പൊ ഏതായാലും ദജ്ജാൽ എന്നുള്ള ഒരു സംരക്ഷണം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാൽ എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലക്ക് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഈ പറഞ്ഞ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ പഠിക്കുക എന്നുള്ളത്. വേറെ റിപ്പോർട്ടിൽ ഇമാം മുസ്ലിം റഹിമുള്ള തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേറൊരു ഹദീസിൽ സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ 10 ആയത്തുകൾ വന്നിട്ടുണ്ട്. അപ്പൊ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾക്കും അവസാനത്തെ 10 ആയത്തുകൾക്കുള്ള ശ്രേഷ്ഠത കൂടിയാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ആ 10 ആയത്തുകൾ ഹിഫ്ലാക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ അതിന്റെ അറബിയുടെ ഹിഫ്ലാക്കി പോവുക എന്നുള്ളതല്ല ഉദ്ദേശം. ഷെയ്ഖ് അസീസ് ഫർഹാൻ അൽ ആനിസി ഹഫിലുള്ള പറയുന്നുണ്ട്, ഹിഫ്ലാക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അതിന്റെ അക്ഷരങ്ങളും ആയത്തുകളും ഹിഫ്ലാക്കി പോവുക എന്നുള്ളത് മാത്രമല്ല, അതിന്റെ അർത്ഥം അറിയണം, ആശയം അറിയണം, ആ അർത്ഥവും ആശയൊക്കെ ഉറച്ച് വിശ്വസിക്കണം. അങ്ങനത്തെ ഒരാൾക്കാണ് ഈ പറഞ്ഞ സംരക്ഷണം ഉള്ളത്. അങ്ങനെ ഇതിൽ നിന്ന് സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്ന്, ആ വിശ്വാസം കൊണ്ട് എന്ത് ചെയ്യും, അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ദജ്ജാൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ സൂറത്തുൽ കഹ്ഫിലെ ആദ്യ ആയത്തുകൾ അവന്റെ മേൽ പാരായണം ചെയ്യുക എന്നുള്ള നിലക്കുള്ള ഹദീസുകളും വന്നത് കാണാൻ പറ്റും. അപ്പൊ ആ നിലക്കൊക്കെ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ നമുക്ക് എന്ത് ചെയ്യും, ദജ്ജാൽ നിന്നുള്ള സംരക്ഷണം നൽകുമെന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. അതേപോലെ തന്നെ ദജ്ജാൽ എന്നുള്ള ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വേറെയും കുറച്ച് കാര്യങ്ങൾ
അതിലൊന്നാണ് അള്ളാഹുവിന്റെ അസ്മാവും സിഫാത്തും അറിയാന്നുള്ളത്. അസ്മാ ഉല്ലാഹി വ സിഫാത്തുഹു, അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും അറിയാന്നുള്ളത്. കാരണം ദജ്ജാല് അവറാണെന്ന് നബി പറഞ്ഞു. ഓൻ ഒറ്റക്കണ്ണനാൻ, എന്നാൽ അള്ളാഹു അവറല്ല. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തുകൾ അറിഞ്ഞ ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യൂല, ദജ്ജാലിനെ സത്യപ്പെടുത്തില്ല. ഓൻ ഒറ്റക്കണ്ണനായിട്ടാണ് വരിക. അതുപോലെ തന്നെ ഓന് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ആളാണ്. മനുഷ്യവർഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ. മനുഷ്യവർഗത്തിൽപ്പെട്ട ആള് തന്നെയാണ് മസീഹു ദജ്ജാൽ. അപ്പൊ ഓന് തിന്നുകയും കുടിക്കുകയും ചെയ്യും. നമ്മുടെ റബ്ബ് ഒരിക്കലും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നില്ലല്ലോ. അപ്പോ അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിന്റെ പേരുകൾ അറിയുക, അള്ളാഹുവിന്റെ സിഫത്തുകൾ അറിയുക എന്നുള്ളത് ദജ്ജാൽ എന്നുള്ള സംരക്ഷണമാണ്. അതുപോലെ തന്നെ ദജ്ജാലിൽ നിന്ന് നമ്മൾ അഭയം ചോദിക്കുക, പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞതാണ്. മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നമ്മൾ നിരന്തരമായിട്ട് തശഹുദിന് ശേഷം എന്ത് ചെയ്യുന്നു, അഭയം ചോദിക്കുന്നു. അതൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഈ ഫിത്നയുടെ കാഠിന്യവും കടുപ്പൊക്കെ ആലോചിച്ചിട്ട് ചെയ്യണം. ചെയ്യുമ്പോൾ നമ്മുടെ നിസ്കാരം കുറച്ചൊക്കെ ഒന്ന് ആസ്വദിക്കാനും അതിൻ്റെ ഒരു മധുരം അനുഭവിക്കാനൊക്കെ നമുക്ക് കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ദജ്ജാൽ നിങ്ങൾ ഓടിക്കളയണം എന്ന് പറഞ്ഞത്. ഓന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാല് അവിടെ നിൽക്കണം. ആ പരീക്ഷണത്തെ ഞാൻ നേരിടുന്നു പറഞ്ഞിട്ട് അവിടെ നിൽക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ അവിടുന്ന് അകന്നു പോകണം, ഓടി അകലണം. അതും ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള സംഗതികളാണ്. ഓക്കെ, ഈ ദജ്ജാലിന്റെ വിഷയം വിശദമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കേസാണ്. ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും വിശദമായിട്ട് ദജ്ജാലിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിന് താക്കീത് കൊടുത്തിട്ടുണ്ട്, മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് ഏറ്റവും വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ ഹദീസ് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ ഒന്ന്, മസീഹു ദജ്ജാൽ എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ആയത്തുകൾക്കുള്ള ശ്രേഷ്ഠത, അവസാനത്തെ ആയത്തുകൾക്കുള്ള ശ്രേഷ്ഠത, ഖുർആൻ ഫിത്നകളിൽ നിന്നുള്ള സംരക്ഷണമാണ് എന്നൊരു പാഠം കൂടി, മെസ്സേജ് കൂടി ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലാഹു അലം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ രണ്ട് ഹദീസുകളിൽ നമ്മൾ ചുരുക്കം ചില വിവരങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ജസ്റ്റ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ചോദിക്കാം. ഒരാള് ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്. ബാങ്കിൽ പലിശ ഇടപാടുകളൊക്കെ നടത്തുന്ന കേന്ദ്രമാണല്ലോ. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ഒരാള് ഒരു വലീമ ഒരുക്കി. ആ വലീമക്ക് നമുക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. മദ്ദലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്റെ വിരുന്ന് സ്വീകരിച്ചു. ജൂതന്മാരുടെ വിരുന്നിന്റെ ക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പലിശ ഇടപാടുകൾ നടത്തുന്ന ആൾക്കാരാണ്, ഹറാമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന ആൾക്കാരാണ്. അപ്പോ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും, അവർ ഹറാമായിട്ട് സമ്പാദിച്ചതും ഉണ്ടാവും. എന്നാൽ നമ്മൾ കഴിക്കുന്ന വിഭവം തന്നെ ഹറാമാണെന്ന് മനസ്സിലായാലോ? പാടില്ല. അതിനിപ്പോ നമ്മൾ പറഞ്ഞ ഉദാഹരണം, ഇപ്പൊ മോഷ്ടിച്ചു കൊണ്ടുവന്ന ഫുഡാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ ഫുഡിലേക്കാണ് ക്ഷണിച്ചത്. നമുക്കറിയാം അത് മോഷ്ടിച്ചു കൊണ്ടുവന്നാന്ന് നമുക്കറിയാം. അറിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ക്ഷണം സ്വീകരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മള് വലീമക്ക് ക്ഷണിക്കപ്പെട്ടു. നമ്മൾ റമദാനിൽ നോറ്റ് കൂട്ടാനുള്ള നോമ്പെടുത്ത ആളാണ്. നമുക്ക് അവിടെ പോയിട്ട് നോമ്പ് കുറിക്കാൻ പറ്റുമോ? നോമ്പ് കുറിക്കാൻ പറ്റില്ല അല്ലെ? നിർബന്ധമായ നോമ്പാണെങ്കിൽ അനിവാര്യമായ, അഥവാ നമ്മളെ ശരീരത്തെ ബാധിക്കുന്ന നിർബന്ധമായ ഘട്ടങ്ങൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ഘട്ടങ്ങളില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നോമ്പ് മുറിക്കാൻ പറ്റൂല എന്നുള്ള അനുവാദമല്ല. എന്നാൽ ഒരാള് അയ്യാമുൽ ബീദിന്റെ നോമ്പ് എടുത്തിട്ട് പോയ ആളാണ്, അയാൾക്കോ? മുറിക്കാം, അല്ലെങ്കിൽ മുറിക്കാതിരിക്കാം. അത് അയാളുടെ ഇഷ്ടമാണ്. മസ്ലഹത്ത് പരിഗണിച്ചിട്ട് അയാൾക്ക് വേണ്ടത് ചെയ്യാന്നുള്ളതാണ്. സുന്നത്ത് നോമ്പെടുത്ത ഒരാള്, അയാളാണ് അമീറുൻ നഫ്സ്, അയാളുടെ കാര്യം അയാൾക്ക് തീരുമാനിക്കാം എന്നതാണ് വിഷയം. ഓക്കെ, അല്ലാഹു അലം. ഹറാമായ വലീമക്ക് ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഹറാമായ വലീമ നടത്തുമ്പോൾ അതിന് പല വിധികളുണ്ട് നമ്മൾ പറഞ്ഞു. സുന്നത്തായ വലീമ നമ്മൾ പറഞ്ഞു, ഹറാമായ വലീമ പറഞ്ഞു, മക്രൂഹ കറാഹത്തായ വലീമ പറഞ്ഞു. ബിദഅത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കുന്ന വലീമ അല്ലെ? ഇപ്പൊ മരിച്ചെടുത്ത് ആണ്ടിന്റെ വലീമ, അല്ലെങ്കിൽ മരിച്ച് 3-ന്റെ അന്നുള്ള വലീമ,
അല്ലെങ്കിൽ ബർത്ത്ഡേ അല്ലെ, ബർത്ത്ഡേക്ക് ഒരുക്കുന്ന വലീമ, അങ്ങനത്തെ ഒക്കെ പ്രശ്നമാണ്. അനുവദനീയമായ വലീമക്ക് ഉദാഹരണം പറയാൻ പറ്റുമോ? കല്യാണ വീട് വെച്ചാലുള്ള സന്തോഷം, ജോലി കിട്ടിയാലും. വീട് വെച്ചാലുള്ള സന്തോഷം, സുന്നത്ത് കല്യാണം, ജോലി കിട്ടിയുള്ള സന്തോഷം. കല്യാണത്തിന്റെ വലീമ സുന്നത്ത് എന്നുള്ള ഗണത്തിലേക്കാണ് വരിക. ഇനി ഈ വലീമ ആരുടെ മേലാ നിർബന്ധം? അത് പെണ്ണിന്റെ പൊരക്കാരാണോ കൊടുക്കേണ്ടത്, ചെക്കനാണോ കൊടുക്കേണ്ടത്, ആരാ കൊടുക്കേണ്ടത്? ആൺവീട്ടുകാര്. ആണിന്റെ ആൾക്കാർക്കാണ് വലീമ എന്നുള്ള ഉത്തരവാദിത്തം ഉള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞത് ഔലിയും വലോ ബിഷാത്ത്, ഒരാടിനെ അറുത്തിട്ടെങ്കിലും അബ്ദുറഹ്മാൻ ഈ വലീമ കൊടുക്കണം. അബ്ദുറഹ്മാൻ കെട്ടുന്ന പെണ്ണ് അല്ലെങ്കിൽ കെട്ടിയ പെണ്ണിന്റെ വീട്ടുകാരോട് എന്ത് പറഞ്ഞിട്ടില്ല? നിങ്ങളും വലീമ കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. വലീമ കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്. ആ ഒരു സുന്നത്ത് എന്നുള്ള ഉത്തരവാദിത്തം വരുന്നത് ചെക്കന്റെ മേലാണ്, കല്യാണം കഴിക്കുന്ന ആളുടെ മേലാണ്. ഈ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തരുന്ന വലിയൊരു നിഅമത്താണ്, വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഭാര്യയെക്കാളും കൂടുതൽ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത് ഭർത്താവിനാണ് എന്നൊക്കെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ വെറുതെ ഹിഫ്ലാക്കിയാല് ദജ്ജാൽ എന്നുള്ള സംരക്ഷണം കിട്ടുമോ? ഹിഫ്ലാക്കുകയും ആശയം മനസ്സിലാക്കി പഠിക്കുകയും. പിന്നെ ദജ്ജാൽ എത്ര ദിവസം ഭൂമിയിൽ ഉണ്ടാകും? 40 ദിവസം. 40 ദിവസമാണ് ഭൂമിയിൽ ഉണ്ടാവുക. അന്റാർട്ടിക്കയിലേക്ക് പോയ ഒരാള് എങ്ങനെ നിസ്കരിക്കണം? അയാള് രാവും പകലും മാറുന്നതനുസരിച്ച് നിസ്കരിച്ചാൽ മതിയോ? സമയം കണക്കാക്കി നമസ്കരിക്കും. അതിനുള്ള തെളിവ് എന്താണ്? മസീഹ് ദജ്ജാലിന്റെ സ്വഹാബിമാരെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഓക്കെ, തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.